വിഘ്നേശ്വര രക്ഷിക്കണേ. സാരഥി, സാരഥി കുമാര, ഈ തെണ്ടി എവിടെ പോയി കിടക്കണു? മുതലാളി, സാരഥി കൊച്ചമ്മയും കൊച്ചു മുതലാളിയും കുട്ടി പുറത്തു പോയിരിക്ക. എന്നോട് ചോദിക്കാതെയോ? സംഗതികൾ അത്രത്തോളായോ? മുതലാളിക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ സാധിച്ചു തരാലോ. അതുപോലെ മുതലാളിക്ക് ഇപ്പൊ എന്തോ വേണം? എനിക്ക് നിന്നെ എന്നെ പിടിക്കല്ലേ മുതലാളി. ആരെങ്കിലും കാണൂലേ? നോട്ടം കണ്ടില്ലേ കാളക്കുട്ടന്റെ? ഈ കോങ്കണിലിട്ടൊരു കുട്ടി വെച്ചിട്ട് ഞാൻ. എന്റെ ഈശ്വര, ഈ പെണ്ണെന്റെ ചാരിത്രം കവർന്നെടുക്കുന്ന തോന്നണേ. വിഘ്നേശ്വര, എനിക്ക് ഇത്തിരി ശക്തി തരണേ. കലക്കി. ഇനി ഈ പിടുത്തം ലൂസാക്കരുത്. മറ്റുള്ളവരെ വിറപ്പിക്കുന്നവന്മാരെല്ലാം ഉള്ളുകൊണ്ട് പേടിത്തൊണ്ടന്മാരാ. ആ മർമ്മത്തിൽ വേണം നമ്മൾ പിടിക്കാൻ. അതൊക്കെ ഞാൻ ഏറ്റച്ച. ഈ രമണേട്ടന്റെ പേടിയൊന്ന് മാറി കിട്ടാൻ എന്താ വഴിയെന്ന് ആലോചിക്കേ. എടാ, ഇത്രയും കാലം നീ അങ്ങേരെ പേടിച്ചതുകൊണ്ടാണ് അങ്ങേര് നിന്റെ തലയിൽ കയറിയത്. ഇനിയെങ്കിലും അങ്ങേരെ പിടിച്ച് മുറിക്കാതിരിക്കാതെ നീ നിരത്തിലോട്ട് ഇറങ്ങണം. അവിടെയാണ് ലോകം. തന്തയുടെ മുമ്പിൽ തല ഉയർത്തിയെന്ന അവകാശങ്ങൾ ചോദിച്ച് മേടിക്കണം. നീ ഒറ്റയ്ക്കല്ലല്ലോ, ഇവളും കൂടെ അല്ലേ നിന്റെ കൂടെ. ഇവളെ എന്റെ മോളാ. നീ ചായ കുടിക്കടാ. ഓ, മനസ്സറിഞ്ഞ് ഇപ്പൊ ഒന്നും തരുമെന്ന് തോന്നുന്നില്ല. പിടിച്ചു മേടിക്കണോടി. ആയാക്ക് രമണൻ ഒരു തുണിക്കട ഇട്ട് കൊടുത്താൽ എന്താ? അതാവുമ്പോ നിങ്ങൾക്കൂടെ നോക്കി നടത്താലോ. ഓ, ഈ കടക്കകത്തിരുന്നുള്ള കച്ചവടം എന്നൊക്കെ പറയുമ്പോ എങ്കിലും നിരത്തിലിറങ്ങിയെന്ന് സഹായമല്ല 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 എന്ന് പറയുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. എങ്കിലും ഓക്കെ. അല്ല, അമ്മ പറഞ്ഞത് നല്ലൊരു ഐഡിയ. എന്നാ മടിച്ചു നിൽക്കാതെ വേഗം തന്തയോട് ചോദിക്കേ. ഞാൻ പൗർണമിയെ കൊണ്ട് അച്ഛനോട് ചോദിപ്പിക്കാം. നിർത്ത് നിർത്ത്, പേടകം നിർത്തിടോ. ആവൂ, എത്തിയില്ലോ, ഭാഗ്യം. എന്താ അത്തത്തില്ലാന്ന് വിചാരിച്ചു? ഞാൻ തന്നോടല്ല പറഞ്ഞത്. സാറ് വണ്ടി കയറിയപ്പോ തൊട്ട് തുടങ്ങിയ ചൊറിച്ചിലാണല്ലോ. 10 വർഷമായി ഇത് ഓടിക്കാൻ തുടങ്ങിയിട്ട്. ആരെ എങ്ങനെ എവിടെ കൊണ്ടെത്തിക്കണമെന്നുള്ള എനിക്കറിയാം. ആ, എത്രയായി? 22. തന്റെ പ്രായമല്ല ചോദിച്ചത്, കൂലിയാ. കൂലിയാ ഞാനും പറഞ്ഞത്. അപ്പൊ തന്റെ പ്രായവും കൂലിയൊക്കെ ഒന്ന് തന്നെ. ഓ, ചിലപ്പോ 20 പോരെ? 2 ഉലുവ കൂടെ വേണം. മുതലാളിയുടെ ഹോട്ടലിൽ കയറി ഞാനൊരു ചായ കുടിച്ചാലേ 10 പൈസ കുറച്ചു തരാറില്ലല്ലോ. നല്ല നോട്ട് തന്നെ. സൂക്ഷിച്ച് പൊക്കോളൂ കേട്ടോ. പാണ്ടി ലോറികൾ പായണ സമയ. ഇടിച്ചാ പിന്നെ പൊടി കാണില്ല. കരിനാക്ക, ഒന്നും സംഭവിക്കാതിരുന്നാ മതി. എടാ പട്ടി, ഈ പണ്ടാറവിടെ ഉണ്ടാ. എടാ പന്നി, NDRന്റെ അനുവാദമില്ലാതെ നീ വണ്ടി എടുക്കും അല്ലേടാ? ഞാൻ ആരാണെന്ന് ശരിക്കും നിനക്ക് മനസ്സിലായില്ലടാ. തൊലിവെളപ്പുള്ളവളെ കണ്ടപ്പോ നീയും അങ്ങോട്ട് മയങ്ങിയില്ലേ? മര്യാദക്ക് എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഞാൻ നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ആ, അങ്ങനെയായ ആ മര്യാദക്ക് ഇറങ്ങി വരുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. എന്നാ മുതലാളി ഇങ്ങോട്ട് കയറി വാ, നമുക്ക് ഇവിടെ നിന്ന് സൗകര്യമായിട്ട് സംസാരിക്കാം. ഇറങ്ങടാ, ഇല്ലെങ്കിൽ ഞാൻ എറിഞ്ഞു വീഴ്ത്തും. എന്റെ അമ്മേ, ക്ഷമിക്കണം മുതലാളി. ഞാൻ നിരപരാധിയാണ് മുതലാളി. മുതലാളിയോട് ഒരു വാക്ക് ചോദിക്കാനുള്ള സാവകാശം പോലും മരുമോള് തന്നില്ല. ഓഹോ, അങ്ങനെയാണല്ലേ. എന്തൊരു തണുപ്പ്. ഊട്ടിയിൽ ജട്ടി വിറ്റ ഓർമ്മ. 2 പിടിപ്പിച്ചിരുന്നേ തണുപ്പൊന്ന് മാറിയാനെ. NDR ഭാഗ്യവാനാ. ഓ, അയ്യോ, നിങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. അല്ല, പരമാനന്ദൻ എന്ത് വൃത്തികേടാണോ വൃത്തികെട്ടവരെ താനീ കാണിച്ചത്? മരുമോനെ വിട്ട് വിരുന്നിന് വന്ന അമ്മായിയമ്മ കുളിക്കണ ഒളിഞ്ഞു നോക്കുന്നോ? മോനെ രമണ, പൗർണമി, ടീളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത്. അവരും കൂടെ അറിയട്ടെ തന്റെ ഈ തൊട്ടിത്തരം. എടോ, ആനയും അമ്പാരിയുള്ള തറവാട്ടി ജനിച്ചവളാ എവള്. എവിടെ മാനം പോയില്ലേ? കല്യാണം കഴിഞ്ഞിട്ട് 23 വർഷമായി. ഇന്ന് വരെ എവള് കുളിക്കുന്ന ഞാൻ പോലും ഒളിഞ്ഞു നോക്കിയിട്ടില്ല. ഇതിനു മുമ്പ് പലരും ഒളിഞ്ഞു നോക്കി പരിചയമുള്ള പെണ്ണാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. പക്ഷേ ഇത് അവളുടെ ആദ്യത്തെ അനുഭവമാണ്. എന്റെ ദാമ്പത്യം തകർന്നല്ലോ ദൈവമേ. എല്ലാം കണ്ടോടി. കാറുണ്ട്, ബസ്സുണ്ട്, ഹോട്ടലുണ്ട്. എന്ത് പ്രയോജനം? വിവരമില്ലല്ലോടോ. എല്ലാം കഴിഞ്ഞില്ലേ? ഇനി എന്തിനാ നോക്കിക്കൊണ്ട് നിൽക്കണേ? പൊക്കോ, ഇവിടെ തുണി മാറിക്കോട്ടെ. നീ പോയി തുണി മാറടി. ഇയാള് പോയില്ലേ? ഇനി ഇതും കൂടെ കണ്ടേച്ചേ പോകത്തുള്ളൂ. അങ്ങോട്ടല്ലേ, ഇങ്ങോട്ട് പോവേ. എന്റെ ഈശ്വര ദൈവമേ.
ആരായിരിക്കും ഈ നേരത്ത്? ആരാ? എന്റെ കക്ഷി ആരെങ്കിലും ആണെങ്കിൽ ഞാനിവിടെ ഇല്ല. ദയവ് ചെയ്തെന്നെ ദേഹോത്ര ഏൽപ്പിക്കരുത്. നോക്കപ്പീന് കൊടുക്കാം. എന്റെ സ്വന്തം ചെലവില് ഞാൻ നല്ല വിവരമുള്ള വക്കീലിനെ വെച്ച് വാദിപ്പിച്ചോളാം. എടോ ഉണക്ക വക്കീലേ, ഇത് ഞാനാ NDR. ആറോ? നീതി ദേവത തുണച്ചു. മുതലാളി എന്താ ഈ പാതിരാത്രിയില്? അവിടെ കിടക്കാൻ പറ്റണ്ടേ? വാട്ട് ഹാപ്പൻഡ് മുതലാളി? താൻ അങ്ങോട്ട് വന്ന് നോക്ക്, അതിപ്പോ വീടല്ല തൊഴുത്താ. അപ്പൊ വീട് തൊഴുത്തിലോട്ട് മാറ്റിയോ? അതിനുള്ള സൗകര്യം ഉണ്ടോ അവിടെ? അപ്പൊ ഈ തൊഴുത്തിലെ പശുക്കളൊക്കെ പിന്നെ? തൊഴുത്തിലെ പശുക്കളൊക്കെ ഞാൻ തിന്നു. എടോ കഴുതേ, ഈ പോക്ക് പോയാ ഞാൻ താമസിയാതെ തൊഴുത്തിലാകുമെന്നാ പറഞ്ഞു വന്നത്. ആ എടാകൂടത്തിന് എന്റെ തലയിൽ കെട്ടിവെക്കാൻ ഞാൻ തനിക്ക് എന്ത് ദ്രോഹമാണോ ചെയ്തത്? അവൾ അടങ്ങിയില്ലേ മുതലാളി? എവിടെ അടങ്ങാൻ? അവൾ അവിടെ മുഴുവൻ കിടന്ന് ഉഴുതു മറിക്കല്ലേ. എന്റെ മോൻ എന്റെ കൈ വിട്ടു പോകുന്ന ലക്ഷണമാണോ വക്കീലെ ഞാൻ കാണുന്നത്? പാറ പോലെ ഉറച്ച മുതലാളി പതറുന്നു. ഇപ്പോഴേ ദേ സെന്റിമെന്റൽ ആയാലേ താമസിയാതെ മെന്റൽ ആവുവേ. മരുമോളെ ഒതുക്കണം, അത്രയല്ലേ ഉള്ളൂ. അതെനിക്ക് വിട്ടേക്ക്. ഈർക്കിലി പോലുള്ള താൻ വിചാരിച്ച അവ ഒതുങ്ങോ? ഞാനെന്നല്ല, 500 കിലോ വെയിറ്റ് ഉള്ള ഒരു പുരുഷൻ വിചാരിച്ചാ പോലും ഒരു പെണ്ണിനെ ഒതുക്കാൻ പാടാ മുതലാളി. ഒരു പെണ്ണിനെ ഒതുക്കാൻ മറ്റൊരു പെണ്ണിനെ കൊണ്ടേ പറ്റൂ. അത് ഇന്ത്യൻ പീനൽ കോഡിൽ സെക്ഷൻ 1-ലോ 301-ലോ കാണത്തില്ല. പക്ഷേ ബുക്ക് ഓഫ് ഫീമെയിൽ സൈക്കോളജിയിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. ഉവ്വോ? പിന്നെ അതിന് അങ്ങനെ ഒരു പെണ്ണിനെ കിട്ടും മുതലാളി. കഴിഞ്ഞ കനേഷുമാരി കണക്കും പ്രകാരം ഒരു പുരുഷന് വേണ്ടി 9 പെണ്ണുങ്ങൾ നോയമ്പ് നോക്കുന്നുണ്ട്. അതിന്നൊരെണ്ണത്തിന് നമ്മൾ രമേശന് വേണ്ടി കണ്ടുപിടിക്കുന്നു. രമേശനോ? യെസ്. അനിയന്റെ ഭാര്യ ചേട്ടന്റെ ഭാര്യയെ ഒതുക്കും. അതൊരു ലോക തത്വമാണ് മുതലാളി. അതിന് രമേശന് കല്യാണപ്രായം ആയടോ കോന്തം വക്കീലെ? ആയി മുതലാളി. മുതലാളി ഒന്ന് കെട്ടിച്ചു നോക്ക്, ഒരാഴ്ചക്കുള്ളിൽ വിവരം അറിയും. എന്നോട് നിന്റെ തറവേല കാണിച്ചാലുണ്ടല്ലോ ഞാൻ തറയടി. വേണ്ടി വന്ന ഇനിയും തറയോ? പണം ഉണ്ടെങ്കിൽ നീ കയ്യിൽ വെച്ചാൽ മതി, ഇങ്ങോട്ട് എടുക്കണ്ട. അങ്ങോട്ട് കുറച്ച് തന്നാ കൊള്ളാവുന്നുണ്ട്. പണമായിട്ടല്ല, നിന്റെ കരണക്കുറ്റിക്ക് നോക്കി 2 പെട എല്ലാം അടിക്കണം. എലക്ഷന് തോറ്റായിട്ട് കൊടുക്കാരോ ഇവിടെ അല്ലടി കാണിക്കേണ്ടത്. എലക്ഷന് ജയിച്ചതിന്റെ മഹത്വം നീ വിളമ്പണ്ട. ബോയ്സിനെ വളച്ചല്ലടി നീ ജയിച്ചത്. അതെന്റെ മിടുക്ക്. എന്നാലേ ഇത് എന്റെ മിടുക്ക്. കളിയാകുമ്പോ ഒന്ന് വീണെന്നൊക്കെ വരും. വീണോ? ഈ ചോരയ്ക്ക് ഞാൻ പകരം ചോദിച്ചില്ലെങ്കിൽ എന്റെ പേര് പൗർണമി എന്നല്ലടി. പൗർണമി എന്താ കാണിക്കുന്നത്? അവൾ അങ്ങനെ പാല് കുടിക്കണ്ട. ഈശ്വര, ഫസ്റ്റ് നൈറ്റിൽ പാല് പിന്നെയും പ്രശ്നമാവാണല്ലോ. ഇവിടെയാണ് രമേശൻ കെട്ടാൻ പോകുന്ന ഒരു വാക്ക് രമണൻ എന്റെ അടുത്ത് പറഞ്ഞു. നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു കുടിപ്പേക്കുള്ള കാര്യം ഞാൻ അറിഞ്ഞു. അല്ലെങ്കിൽ തന്നെ അവന്റെ വിവാഹത്തിന്റെ ഒരു കാര്യത്തിലും അച്ഛൻ നമ്മളെ അടുപ്പിച്ചില്ലല്ലോ. അവൾ ഇതിനകത്ത് വാഴുന്ന എനിക്കൊന്ന് കാണണം. എന്താ ഇതില്? അതെ, ഈ വീടിനൊരു ശാപമുണ്ട്. എന്താ? ആദ്യ രാത്രിയിലെ പാല് വാഴില്ല. അതുകൊണ്ട് വെളുപ്പിന് തന്നെ അച്ഛൻ കറന്നതിൽ നിന്ന് നമുക്കുള്ള പങ്ക് ഞാനിങ്ങ് അടിച്ചു മാറ്റി. നന്നായി. കിച്ചണിലേക്ക് എങ്ങനെയാ പോവാന്നും കരുതി ഇരിക്കുകയായിരുന്നു ഞാൻ. അവളുടെ മോന്ത കണ്ട എന്റെ മൂഡ് മുഴുവൻ പോവും. ദേ, കോളേജ് പഠിക്കുന്ന കാലത്ത് അസൂയയും കുശുമ്പും വൈരാഗ്യവും പ്രതികാരം ഒക്കെ പതിവാ. ഇവിടെ നിങ്ങൾ ഇനി ഒരുമിച്ച് കഴിയേണ്ടവരല്ലേ? അതൊക്കെ ഇനിയും മനസ്സിൽ വെക്കണോ? തനിക്ക് അവളെ ശരിക്കും അറിയാഞ്ഞിട്ടാ. കോളേജ് ഇലക്ഷൻ അവളോട് മത്സരിച്ച് ഞാൻ തോറ്റതുകൊണ്ടൊന്നുമല്ല. അസൂയയുടെ കൂടെ അവള് നല്ല നിലയിൽ കഴിയുന്നവരെ കാണുമ്പോഴേ അവക്ക് സഹിക്കത്തില്ല. ചേട്ടത്തിയോടുള്ള പകയെ പറ്റി ഡിസ്കസ് ചെയ്യാൻ ഇനിയും നമുക്ക് ധാരാളം രാത്രികൾ ഉണ്ടാവും. അത് പിടിച്ചേ. തൽക്കാലം ഈ രാത്രിയില് ചേട്ടത്തിയോടുള്ള വൈരാഗ്യം പകയൊക്കെ മറന്ന് എന്റെ പഞ്ചമി കുട്ടി ഇത് കുടിച്ചിട്ടേ ബാക്കി എനിക്ക് താ. ഈശ്വര, ഈ ഫസ്റ്റ് നൈറ്റും പിരിഞ്ഞല്ലോ. എന്താ? പാല് തൈരായി. നമുക്ക് ഈ തൈര് കുടിച്ച് ഫസ്റ്റ് നൈറ്റ് ഒന്ന് പരീക്ഷിച്ചാലോ? നോൺസെൻസ്. തന്റെ ഈ പ്രയോഗം ഏറ്റെന്നാ തോന്നണത്. അവര് തമ്മിൽ ഇപ്പോഴേ ഒരു മുറുമുറുപ്പ് മണക്കുന്നുണ്ട്.
കേക്കാതെ എവിടെ പോവാനാ മുതലാളി? രണ്ടും മല ചേരും, പക്ഷെ രണ്ടും മനസ്സിലായടോ. ഇനി മുതലാളി കയ്യും കെട്ടിങ് ഇരുന്നേച്ചാ മതി, അടിച്ചു തീർത്തോളും. ആരെ? അവര് തമ്മില് ഉപ്പുമില്ല പുളിയില്ല. ഏതവളാ ഇതുണ്ടാക്കിയത്? ഉപ്പും പുളിയൊക്കെ പാത്രമുണ്ടല്ലോ പഞ്ചമി. നിങ്ങൾക്കിത് മതിയായിരിക്കും. ഞാനേ ബാലകൃഷ്ണ പണിക്കരുടെ ഒറ്റ മോളാ. നല്ല ഭക്ഷണം കഴിച്ച് തന്നെ വളർന്നിട്ടുള്ളത്. അല്ലാതെ ഇവിടെയുള്ള മറ്റു ചിലരെ പോലെ ഇവിടെ ഇതൊക്കെ ഉള്ളൂ, വേണമെങ്കിൽ കഴിച്ചാ മതി. ആഹാ, എന്നാ എനിക്കതൊന്നും അറിയണം. വേണ്ട പഞ്ചമി, വഴക്കിനും വെക്കണത്തിനും പോണ്ട. നിങ്ങൾ ഇവിടെ അടങ്ങിയിരുന്നാ മതി. എനിക്കിവിടെ ഒരു വിലയുണ്ടോന്ന് അറിയണമല്ലോ. ആഹാ, ഇന്ന് ഞാൻ കാണിച്ചു തരാം. എടി, 2 മുട്ട എടുത്ത് ഓംലേറ്റ് ഉണ്ടാക്കിയേ. 2 മുട്ട മതിയോ? പറഞ്ഞത് കേട്ടില്ലേ? കൊച്ചുമ്മ പറയട്ടെ. ആഹാ, അവള് പറഞ്ഞാലേ നീ കേൾക്കത്തുള്ളോ? എന്നാ എനിക്കതൊന്നും അറിയണമല്ലോ. ഒന്നും അറിയാനില്ല. ഞാൻ നിർത്തിയ സെർവന്റ് ഞാൻ പറയുന്നേ കേൾക്കും. എന്താ ഇത്? വായിക്കാൻ അറിയില്ലേ? ഇത് മുഴുവൻ അടുക്കള സാധനങ്ങളല്ലേ? ഇതൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ ഉണ്ട്, അതൊക്കെ അവക്ക് പരിപാലിക്കാൻ. നാളെ മുതൽ എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ ഞാൻ വേറൊരു അടുക്കള ഓപ്പൺ ചെയ്യും. കുളത്തിനകത്ത് വേറൊരു കുളവും? അവക്ക് ഇഷ്ടമുള്ളത് തിന്നാൻ ഞാൻ എന്താ അവളുടെ ജോലിക്കാരിയാണോ? അല്ലേ തന്നെ എനിക്ക് അവളെ വിശ്വാസമില്ല. വിഷം തന്ന് കൊല്ലാൻ പോലും മടിക്കാത്ത ജാതിയാ. ആ, അതൊക്കെ പോട്ടെ. രമയ്ക്ക് ഇത് വാങ്ങാൻ പറ്റുമോ? അത് പറ. രമയോ? എന്റെ പേര് രമേശ് എന്നാ. അതൊക്കെ പഴഞ്ചനല്ലേ. ഞാൻ ഇനി രമയെന്നെ വിളിക്കൂ. അതൊക്കെ പെൺകുട്ടികളുടെ പേരാ. അത് വിളിച്ചെനിക്ക് നാണം വരും. ഒരു ഷൻ എന്നോട് കൂട്ടി വിളിക്കുന്നതിന് വിരോധമൊന്നുമില്ലല്ലോ. രമയെന്ന് വിളിക്കാനാ സുഖം. അതിലൊരു റൊമാൻറ്റിക് ടച്ച് ഉണ്ട്. ഞാനൊന്ന് കുളിക്കട്ടെ. പിന്നെ വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരെ ഇങ്ങോട്ട് അയക്കാൻ ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടില്ല. അച്ഛൻ രമ ഈ ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ ഏർപ്പാടി. താനിങ്ങനെ വലിയ വലിയ വക്കീലന്മാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്നെ പേടിപ്പിക്കാണ്ട് നാക്കെടുത്ത് എന്തെങ്കിലും പറയടോ. കിട്ടി മുതലാളി, കിട്ടി. ഒരേ സമയം ആ 2 യക്ഷികളെയും ആണിയടിച്ച് തറയ്ക്കാനുള്ള തന്ത്രം എന്റെ കയ്യിലുണ്ട്. ഇനി ഒരു കല്യാണത്തെ പറ്റിയാണ് താൻ പറയാൻ പോകുന്നതെങ്കിൽ കെട്ടിക്കാൻ എനിക്കിനി മക്കളില്ല. പക്ഷെ പ്രായം തെളിഞ്ഞു നിൽക്കുന്ന ഒരാൾ വേറെ ഉണ്ട്. താൻ കെട്ടിയിട്ട് എനിക്ക് എന്തോ പുണ്യം? എന്റെ കാര്യമല്ല മുതലാളി. ഈ ശരീരവും വെച്ച് ഇനി ഒരു കല്യാണം ഈ ജന്മം നടക്കുമെന്ന് തോന്നുന്നില്ല മുതലാളി. അമ്മായി അമ്മ ഇല്ലാത്ത എല്ലാ കുടുംബങ്ങളിലും മരുമക്കൾക്ക് വാല് മുളച്ചിട്ടുണ്ട്. ഞാനതിന് സാക്ഷിയാ മുതലാളി. അങ്ങനെയുള്ള പല കേസുകളും കഴിവുള്ള വക്കീലന്മാർ കോടതിയിൽ വാദിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാ. മുതലാളിയുടെ വീട്ടിലെയും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഒരു അമ്മായി അമ്മയുടെ കുറവാ. അന്തം വിട്ട പ്രതിക്ക് എന്തും ചെയ്യാം മുതലാളി. വലതുകാല് വെച്ച് കേറിക്കോളൂ. ആരതിയില്ലേ? ഞാൻ പറഞ്ഞില്ലേ എന്റെ മരുമക്കളുടെ പേര് പൗർണമിന്നും പഞ്ചമിന്നാന്ന്. ആരതിയല്ല, ദേ ഇത്. നോക്കി നിൽക്കാതെ അമ്മ ആരതി ഒഴിഞ്ഞ് അകത്തോട്ട് കയറ്റി മക്കളെ. രമേ, ഈശ്വര, ഇവിടത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഇതുകൊണ്ട് തൃപ്തിപ്പെടണം. മതി. തീ വേണമെന്നല്ലേ ഉള്ളൂ. ഇത് തന്നെ ധാരാളം. ചേട്ടൻ കയറിയാട്ടെ. ഓ, വലത് കാല് വെച്ച് കയറിയതാ. ഏത്? ദേ ഈ കാല്. ഓ, മെഴുകുതിരിയോളുള്ളെങ്കിലും വക്കീലും എടുക്കണേട്ടോ. മോനെ രമണ, അച്ചിയും കൂട്ടി ഒന്ന് ഇങ്ങോട്ട് വാ. മോനെ രമേശ, നീയും അച്ചിയും കൂട്ടി ഒന്ന് ഇങ്ങോട്ട് വാ. ഇത് രമണൻ, എന്റെ കടിഞ്ഞൂൽ സന്തതി. കൂടെ ഒട്ടിപ്പിടിച്ചു നിൽക്കുന്നത് അവന്റെ ഭാര്യ പൗർണമി. ഇവളുടെ തന്തയ്ക്ക് പട്ടണത്തിൽ വലിയ തുണിക്കടയുണ്ട്, പക്ഷെ അങ്ങേർക്ക് നാണല്ല.
ഇത് ഇളയ മകൻ രമേശൻ. കൂടെ ഒട്ടിപ്പിടിച്ചു നിൽക്കുന്നത് അവന്റെ ഭാര്യ പഞ്ചമി. ചാരായത്തിനാണ് സമ്പാദിച്ചതെങ്കിലും ഇവളുടെ തന്തയേക്കാൾ കുറച്ച് ഭേദമാണ് അവളുടെ തന്ത. പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. എന്റെ പേര് പാർവതി. അമ്മ മലയാളിയും അച്ഛൻ തെലുങ്കിനുമാണ്. അതുകൊണ്ട് ജനിച്ചതും 15 വയസ്സ് വരെ വളർന്നതും ആന്ധ്രയിലെ ഗുണ്ടൂരിലാണ്. അച്ഛൻ മരിച്ച ശേഷം ഞങ്ങൾ കുടുംബസമേതം നാട്ടിലേക്ക് പോകുന്നു. അപ്പൊ ഇത് ശിവപാർവതി തന്നെ. പാർവതിയെ നിങ്ങൾക്ക് അമ്മയായിട്ട് കാണാൻ പറ്റില്ലായിരിക്കും, എന്നാലും അച്ഛന്റെ ഭാര്യയാണ്. അത് ഓർമ്മ വേണം. ആ സ്ഥാനവും ബഹുമാനവും പാർവതിക്ക് ഈ വീട്ടിലുണ്ടായിരിക്കണം. ഏയ്, അതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നേ? സ്നേഹവും ബഹുമാനവും ഒക്കെ പിടിച്ചു വാങ്ങാൻ പറ്റുമോ? ഞാൻ പ്രസവിച്ചില്ലെന്നല്ലേ ഉള്ളൂ. പെറ്റമ്മയായില്ലെങ്കിൽ എനിക്ക് പോറ്റമ്മയാകാലോ. ഏയ്, സാരമില്ലെന്നേ. ഈ പിണക്കമൊക്കെ പോവാ മാറിക്കോളൂ. അനുജൻ ആ കാന്താരിയെ കെട്ടിക്കൊണ്ട് വന്നപ്പോഴേ എന്റെ സമാധാനം മുഴുവൻ പോയി. ഇപ്പൊ ദേ തന്ത ഗുണ്ടൂരിന്ന് ഒരു അരിച്ചാക്കിന് ചുമന്നുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ എന്തോ വേണം? വീട്ടിലെ കാര്യമാണെങ്കിൽ പോട്ടെന്ന് വെക്കാം. നാട്ടുകാരോട് എന്ത് പറയും? ഓഹോ, രമയ്ക്ക് അതാണ് വിഷമം. ഞാൻ ഇനി എന്റെ ഡാഡി എങ്ങനെ ഫേസ് ചെയ്യും? 6 മാസം ഇടവിട്ട് മക്കളുടെ അച്ഛന്റെ കല്യാണം നടക്കുന്നത് വിവാഹ കമ്പോളത്തിൽ ഇത് ആദ്യമായിട്ടായിരിക്കും. ഇത്ര വേഗം ഈ പിരിയാച്ചരക്കിന് എവിടെ തപ്പിയെടുത്തു? ആ വക്കീലിന്റെ ഇടപാടല്ലേ, വല്ല ഡൈവേഴ്സ് കേസും ആയിരിക്കും. ഇത് എത്ര കാലം നീണ്ടു നിൽക്കുന്നു നമുക്കൊന്ന് കാണാലോ. നമ്മൾ ഇനി ആരുടെ കൂടെ നിൽക്കും? അമ്മായിയമ്മയുടെ കൂടെയോ മരുമക്കളുടെ കൂടെയോ? സംഗതികളുടെ പോക്കറിയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ഇനി തീരുമാനിക്കാനൊന്നുമില്ല. അങ്ങേരോട് ഒന്ന് ചോദിക്ക് എന്തിനുള്ള പുറപ്പാടാണെന്ന്. അച്ഛനോട് ഒരു മകനെങ്ങനെ അത് ചോദിക്കുക? മൂക്കി പല്ല് മുളച്ച് അച്ഛന് കെട്ടാമെങ്കിൽ മോന് ചോദിച്ചാലെന്താ? ചോദിക്കല്ലേ. ഇതിന് 500 രൂപ കിട്ടില്ലല്ലോ മോനെ. ഒരു 400 രൂപ തരാം. 500 രൂപ തേച്ചാ മുതലാളി. 500 രൂപ തികച്ച് തരണമെങ്കിൽ 500 രൂപയ്ക്കുള്ള സ്വർണം വേണം. ഇതാ അവിടെ ആ കൂനൻ തോമാസിന്റെ കടയുണ്ട്, അവിടെ കൊണ്ടുകൊടുക്ക്. ചെല്ലേ. അനിയൻ എവിടെ പോയി? ഓ, ചേട്ടൻ എവിടെ പോയി? ഓ, അനിയൻ എവിടെ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഇവിടെ വാ. എന്താ അച്ചിമാരുടെ അകമ്പടി ഒന്നും ഇല്ലാതെ തനിച്ച്? അച്ഛൻ കാണിച്ചത് ഭയങ്കര നാണക്കേടാ. അതിന് ഞാനൊന്നും കാണിച്ചില്ലല്ലോ. നിങ്ങൾ എന്തെങ്കിലും കണ്ടാ? ഞങ്ങള് കല്യാണക്കാരത്തെ കുറിച്ചാ പറഞ്ഞത്. ഓ, അതാണോ കാര്യം? ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. നീ അതുമ്മ ചാരി നിക്കാണ്ട് നേരെ നിന്നേ. എന്നാ എന്റെ പൊന്നു മക്കൾ കേട്ടോ, എന്റെ നല്ല പ്രായത്തിൽ നിങ്ങളുടെ അമ്മ മരിച്ചു. അതീ പിന്നെ എന്റെ എല്ലാ സുഖങ്ങളും വേണ്ടാന്ന് വെച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാ ജീവിച്ചത്. പക്ഷെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് എന്നെ വേണ്ടാതായി. അതുകൊണ്ടാ അച്ഛൻ 2ാമതൊരു കല്യാണത്തിന് തയ്യാറായത്. വയസ്സുകാലത്ത് എന്നെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ? എന്നാലും പൗർണമിയുള്ള വീട്ടുകാരോട് എന്ത് പറയും? പഞ്ചമി അതിനേക്കാളും ടെൻഷനില്ല. പൗർണമിയുടെ അച്ഛനേക്കാളും 4 പേര് അറിയുന്നത് പഞ്ചമിയുടെ അച്ഛാ. അമ്മായി അപ്പന്മാരുടെ മഹത്വമൊന്നും ഇവിടെ ആരും വിളമ്പണ്ട. ഇതെന്റെ സ്വന്തം കാര്യ. നിങ്ങളുടെ അച്ചിമാർക്ക് എന്റെ അച്ചിയുടെ കൂടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവരോട് 2 പേരോടും പൊക്കോളാൻ പറയൂ. ഇവിടെ ഇടപാടുകാർ വരേണ്ട സമയമായി. ഇവിടെ നിന്ന് തട്ടിക്കളിക്കൊന്നും വേണ്ട. പോട്ടെ. ഞാൻ എന്റെ കണ്ണടച്ചോർക്കുമ്പോ ഇവിടെ കാണാൻ പാടില്ല. പോട്ടെ, വണ്ടി പോട്ടെ. കാലക്ക് എന്തൊരു ബെസ്റ്റ് കുട്ടി.